അടുത്തായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ള ഇൻവല്യൂട്ട. ഇൻവല്യൂട്ട എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മെയിനായിട്ട് ചോദിക്കുന്നത് ഇൻവല്യൂട്ട് ഓഫ് എ ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ, പിന്നെ സർക്കിൾ. ഇത്രയും 4 കൂടുതലായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ അതിനകത്ത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ട്രയാങ്കിളാണ്. അപ്പോൾ ട്രയാങ്കിൾ വെച്ച് തന്നെ മറ്റുള്ള എക്സാമ്പിൾ നിങ്ങൾക്ക് നോക്കാൻ പറ്റും. അപ്പോൾ എല്ലാം ഏകദേശം സിമിലറാണ്. സർക്കിൾ മാത്രമേ ഒരു ഇച്ചിരി വ്യത്യാസം വരത്തുള്ളൂ, ബാക്കിയെല്ലാം സെയിമാണ്. അപ്പോൾ ഇൻവല്യൂട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻവല്യൂട്ട് എന്ന് വെച്ചാൽ ഇപ്പോൾ ട്രയാങ്കിളിൻ്റെ കേസ് നമ്മളെടുത്താൽ ഇതൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പോൾ അതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ഇതുപോലെ ഒരു സ്ട്രിങ് അല്ലെങ്കിൽ നൂലിങ്ങനെ ഘടിപ്പിച്ചിട്ട് അത് ഇതിൻ്റെ ചുറ്റളവിന് ചുറ്റും നമ്മളിങ്ങനെ ചുറ്റും, അതായത് പെരിമീറ്ററിന് ചുറ്റും ഇങ്ങനെ ചുറ്റും ഉണ്ടല്ലോ. അപ്പോൾ ഇതിൻ്റെ ആ സ്ട്രിങ്ങിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ എന്തായി, ട്രയാങ്കിളിൻ്റെ പെരിമീറ്ററായി. അതായത് അതിൻ്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ × 3 ചെയ്യുന്നതായിരിക്കും അതിൻ്റെ പെരിമീറ്റർ. അത്രയും നീളമുള്ളൊരു സ്ട്രിങ് എടുത്ത് നമ്മൾ അതിനെ വൈൻഡ് ചെയ്ത്, അതായത് അതിൻ്റെ ചുറ്റും കെട്ടി, എന്നിട്ട് നമ്മൾ ഈ ട്രയാങ്കിളുണ്ടല്ലോ തിരിച്ച് ഊരും, അതായത് അൺവൈൻഡ് ചെയ്യും. അൺവൈൻഡ് ചെയ്യുമ്പോൾ ഇത് ആ ഒരു സ്ട്രിങ് പോകുന്ന ഒരു പാത്ത് ഉണ്ടല്ലോ, അല്ലെങ്കിൽ ആ പാത ഉണ്ടല്ലോ, ആ പാത അതേപോലെ അങ്ങ് വരച്ചെടുത്താൽ നമുക്കെന്തായി, ഇൻവല്യൂട്ടായി. അപ്പോൾ ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ, ഇൻവല്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സ്ട്രിങ് ഒരു ഷേപ്പിൻ്റെ അറ്റത്ത് ഘടിപ്പിച്ചിട്ട് അതിൻ്റെ പെരിമീറ്ററിന് ചുറ്റും വൈൻഡ് ചെയ്യുമ്പോൾ അത് കിട്ടുന്നൊരു പാത്തുണ്ടല്ലോ, ആ പാത്തിനെ അങ്ങ് വരയ്ക്കുന്നതാണ് ഇൻവല്യൂട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ട്രയാങ്കിൾ നമ്മളിപ്പോൾ ചുറ്റും ചുറ്റിയില്ലേ, എന്നിട്ട് നമ്മളിങ്ങനെ വെച്ചിട്ട് നമ്മളെ ഫിഗറിനകത്ത് വെക്കുകയാണെങ്കിൽ ഇത് ഇങ്ങനെ വെച്ചിട്ട് ചുറ്റി ഇങ്ങനെ അൺവൈൻഡ് ചെയ്ത് വരുന്നുണ്ടല്ലേ. അൺവൈൻഡ് ചെയ്ത് വരുമ്പോൾ ഒരു ഷേപ്പിൽ ഇങ്ങനെ അൺവൈൻഡ് ആയി വരും, എന്നിട്ട് ലാസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ പോലെ നിൽക്കും. അതാണ് ഇൻവല്യൂട്ടെന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതായത് നമ്മളിങ്ങനെ ചരട് അല്ലെങ്കിൽ സ്ട്രിങ് ചെയ്ത് ചുറ്റി ഇങ്ങനെ വെച്ചേക്കൊണ്ട്, എന്നിട്ട് അത് ഇങ്ങനെ അൺവൈൻഡ് ചെയ്യുമ്പോൾ കണ്ട അപ്പോൾ അത് ഞാൻ ഓൾറെഡി വരച്ചിട്ടുണ്ട്. ഇങ്ങനെ ഈ ഒരു ഷേപ്പിലായി ഇത് പോകുന്നത് കണ്ടോ, ഇങ്ങനെ ആ ഒരു ഷേപ്പ് ഇങ്ങനെ പോയിട്ട് ഈ അറ്റത്ത് ഫുൾ പെരിമീറ്ററിൽ വന്നിങ്ങനെ നിൽക്കും. മനസ്സിലായോ? അപ്പം അത് പോയ ആ പാത നിങ്ങൾ ട്രേസ് ചെയ്ത് അതുപോലെ വരച്ചിരിഞ്ഞാൽ ഇൻവല്യൂട്ടായി. അപ്പോൾ ഇത്ര സിമ്പിളാണ്, പെട്ടെന്ന് വരയ്ക്കാം നിങ്ങൾക്ക്. ഇനി ഇത് വരയ്ക്കുന്ന എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം.